ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമുക്ക് കാർഡ്ബോർഡ് വെച്ചിട്ട് ഒരു വാൾ ഡെക്കോർ ചെയ്യാം. അപ്പോൾ നമ്മൾ കാർഡ്ബോർഡ് എടുക്കുന്നുണ്ട്, എന്നിട്ട് ഇതുപോലെ സർക്കിൾ ഷേപ്സ് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ഓരോന്നും ഓരോ സൈസാണ് നമ്മൾ എടുക്കുന്നത്. ഇനി നമ്മൾ ഈ സാധനമൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന ഈ ഒരു ബ്രൗൺ കവർ എടുത്തിട്ട് ഈ കാർഡ്ബോർഡിന് ഇതുപോലെ ഇങ്ങനെ ചുറ്റി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഒന്നുകിൽ ഗ്ലൂ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു സൈഡിൽ ബ്രൗൺ പേപ്പർ ഒട്ടിക്കുക, എന്നിട്ട് അതിൻ്റെ ചുറ്റിലും കുറച്ച് ഗ്യാപ്പ് വരുന്ന രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എല്ലാം ബാക്കിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. ഇനി അതിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പേപ്പറും കൂടെ ഒട്ടിച്ച് കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ടുള്ള സർക്കിൾസ് റെഡിയായി കിട്ടും. രണ്ട് സൈഡും ബ്രൗൺ പേപ്പർ വെച്ച് കവർ ചെയ്തതിന് ശേഷം ഇതിലിഷ്ടമുള്ള പിക്ചേഴ്സ് വരച്ചു കൊടുക്കുക. ഇത് ബ്രൗൺ കളർ ആയതുകൊണ്ട് ഒരു ബോഹോ പെയിൻറ്റിംഗ് ആണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം പെൻസിൽ കൊണ്ട് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വൈറ്റ്, യെല്ലോ, ഓറഞ്ച്, ബ്രൗൺ, ബ്ലാക്ക് ഇത്രയും കളേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ 5 കാർഡ്ബോർഡും പെയിൻറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ വൈറ്റ് വരുന്ന ഭാഗമൊക്കെ എല്ലാറ്റിലും വൈറ്റ് ഫസ്റ്റ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഓരോ കളേഴ്സായിട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വൈറ്റും യെല്ലോയും ഓറഞ്ചും ബ്രൗണും പെയിൻറ്റും അതുപോലെ ബ്ലാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറാണ് എടുക്കുന്നത്. ഇതുപോലത്തെ ഇമേജസ് നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും, അല്ലെങ്കിൽ പിൻട്രസ്റ്റിൽ നോക്കിയാൽ മതി. മോഹോ പെയിൻറ്റിങ് ഐഡിയാസ് എന്നൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഇതുപോലത്തെ ഇമേജസ് ഒക്കെ കിട്ടും. അപ്പോൾ നമുക്കത് കോപ്പി ചെയ്യാവുന്നതേ ഉള്ളൂ.
ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിൽ ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് നമുക്ക് വാളിൽ ഒട്ടിക്കാവുന്നതാണ്. സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. ഇതുപോലത്തെ ബ്രൗൺ പേപ്പേഴ്സൊക്കെ വേസ്റ്റായി കിടക്കുന്നുണ്ട്, പിന്നെ കാർഡ്ബോർഡും ഒക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ഡിഫറെൻറ്റ് ലുക്ക് തന്നെ നമ്മളുടെ വാളിന് കൊടുക്കും. അപ്പം അത്രയല്ലേ നമ്മളുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.